ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത റംലാൻ ഡീപ്പ് ക്ലീനിങ് വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 ബെഡ്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും അതിൻ്റെ ക്ലീനിങ് ടിപ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് ലിവിങ് ഹാളിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. 2 ബെഡ്റൂമും ഈ ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ഒരുമിച്ച് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു ഞാൻ. പക്ഷേ കരുതിയമാതിരി എല്ലാതും ഒന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ ഷെയർ ആക്കണ്ട കേട്ടോ. ഞാൻ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഡീപ്പ് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബെഡ്റൂം എടുത്തപ്പോൾ അതിൻ്റെ മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നത്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ മൊത്തം കംപ്ലീറ്റ് ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നെക്സ്റ്റ് അടുത്തേക്ക് പോവൽ. അതല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വലിച്ചിട്ടിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല. അപ്പോൾ ഇനിയിപ്പോൾ ഹാളിലുള്ള മറാല കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കളയണം. ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പൊടി മാറാലൊക്കെ ഒന്ന് തട്ടിക്കളയാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഹാളിലുള്ള ഫാന് പഴയത് മാറ്റിയിട്ട് ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ പുതിയത് ഫിറ്റ് ചെയ്തത്. അത് നല്ല വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ അതിൽ പൊടി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ കയറി തുടച്ചെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് ഈ ബ്രഷ് അതിൻ്റെ എൻഡിലോട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും. പിന്നെ ചിലരൊക്കെ ഒരു കോലിൽ തുണിയൊക്കെ ചുറ്റിയിട്ട് ആ ഫാനിൻ്റെ വീലിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാറുണ്ട്. അത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ അതിലോട്ട് വല്ലാണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചിറകിൻ്റെ ഡയറക്ഷനൊക്കെ മാറിപ്പോവും. അങ്ങനെ ചെറിയൊരു മാറ്റം വന്നാൽ തന്നെ ആ ഫാനിൻ്റെ കാറ്റിലും മാറ്റം വരും കേട്ടോ. ഇവിടെ നാട്ടിൽ വരുന്ന ടൈമിൽ ഇതുപോലെ എല്ലാ ഫാനും നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് തരാറുണ്ട്. പിന്നെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ താഴേന്ന് കോലിട്ട് കുത്തിയിട്ട് തുടക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ മാറിയാൽ അതിൽ കാറ്റ് കിട്ടൂല. അങ്ങനെ ചെയ്യരുത് എന്ന് എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഫാൻ ഇട്ടിട്ട് ആ ബ്രഷിൻ്റെ എൻഡ് ഫാനിൽ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചു കൊടുത്താൽ മതി. അതും അത്ര നല്ലതൊന്നും അല്ല ചെയ്യണത്. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും ബെറ്റർ നമ്മൾ കയറി നന്നായിട്ട് വൃത്തിക്ക് തുടച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ 2 ഹാളിലുള്ള മാറാലൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലിവിങ് ഹാളിലെ ഷെൽഫ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിലാണ് മക്കളുടെ ട്രോഫി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടണും ഒക്കെ. ഈ കബോർഡ് ക്ലീൻ ചെയ്യുമ്പോഴും ഞാൻ ഓരോ തട്ടിലെയും സാധനങ്ങൾ എടുത്തു മാറ്റി അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും ആ സാധനങ്ങൾ അങ്ങോട്ട് തന്നെ വെച്ചതിന് ശേഷമാണ് ഞാൻ അടുത്ത തട്ടുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നത്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് വലിച്ചു വാരിയിട്ടിട്ട് പിന്നീട് എല്ലാം ഒരുമിച്ച് റീസെറ്റ് ചെയ്യല്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ഒന്നുകൂടെ ഒരു ഈസി ആയിട്ട് തോന്നിയത്. ഈ കബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്പ്രേ ബോട്ടിലോട്ട് വെള്ളവും പിന്നെ നമ്മൾ അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡും പിന്നെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കൂടെയാണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? ഭംഗിയില്ലേ? ചെറിയ സൈസാണ്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള കബോർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വെക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഈ കബോർഡിൽ അത്ര സ്പേസ് ഉണ്ടാവില്ലല്ലോ, വലിയ ഹൈറ്റുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിലോട്ടൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഷോ പീസ്. കുഞ്ഞിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ കബോർഡ് നിറച്ച് ട്രോഫി ആക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ആകെ 1-2 ട്രോഫിക്കേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഒരു ട്രോഫി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഫസ്റ്റ് കിട്ടണം. ഫസ്റ്റിന് മാത്രമല്ലേ ട്രോഫി ഉള്ളൂ. ഇപ്പോഴൊക്കെ കുട്ടികൾ ജസ്റ്റ് ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ ട്രോഫി കൊടുക്കും. അന്നത്തെ ആ ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ അതൊരു ട്രോഫി തന്നെയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് കിട്ടിയിട്ട് വെക്കാനും വല്ല സ്ഥലമുണ്ടോ? അന്നൊക്കെ ഫ്രണ്ടിലത്തെ കബോർഡിൽ ഉപ്പാൻ്റെ സാധനങ്ങളാട്ടോ ഉണ്ടാവുക. അതിലെങ്ങാനും നമ്മുടെ ട്രോഫി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയും ഇതൊക്കെ തട്ടിമുട്ടാൻ എന്തിനാണ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കൊണ്ടുപോയി അലമാരിയിൽ എടുത്ത് വെക്കുമെന്ന് പറയും. അതായിരുന്നു കാലം. അങ്ങനെ ആ കബോർഡ് ഒന്ന് റീസെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ സോഫയൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പൊടി തട്ടി കൊടുക്കാണ്ട് ചെയ്യണത്. ഈ സെറ്റിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു പോർഷനിൽ ചെറിയൊരു കളർ ചേഞ്ച് കണ്ടില്ലേ? അത് മുമ്പൊരിക്കൽ നൈഷുക്കുട്ടിൻ്റെ കയ്യിൽ നിന്ന് എണ്ണ പോയതാണ് കേട്ടോ. അന്ന് ഞാൻ കുറേ സോപ്പൊക്കെ ആക്കി ഒരു തുണി വെച്ച് നല്ലപോലെ തുടച്ച് കളഞ്ഞു എന്നുണ്ടെങ്കിലും ആ ഒരു കളർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇട്ടുള്ളത്. പിന്നെ ഇത് മുമ്പൊരിക്കൽ ഇതിൻ്റെ ഈ ഒരു ക്ലോത്തൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ ഈ സോഫ റീസെറ്റ് ചെയ്തതായിരുന്നു. മുന്നേ ഇതിൻ്റെ സെൻറ്ററിൽ നല്ല സ്പ്രിങ് ആക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലിരിക്കുമ്പോൾ നന്നായിട്ടാണ് താഴ്ന്നു പോവായിരുന്നു. അങ്ങനെ ആയപ്പോൾ
ഇതിൻ്റെയൊക്കെ നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞ പോലെ ഇരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇക്ക ഒരു വുഡിൻ്റെ പീസൊക്കെ താഴെ കൊടുത്തിട്ട് ഒന്നും കൂടെ റീസെറ്റ് ചെയ്തെടുത്തതായിരുന്നു. അന്ന് ഈ ക്ലോത്തൊക്കെ ഊരി ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഇട്ടതാണ് കേട്ടോ. അങ്ങനെ സോഫയിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് അടിച്ചു വാരി എടുത്തു. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാന്നുള്ളത്. നിങ്ങൾ ചോദിച്ചത് ശരിയാണ് കേട്ടോ. ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ. ഞാനിത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ഡ്രസ്സ് ഇട്ടത്. കാരണം ക്ലീനിങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മളും കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ആവണതല്ലേ. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല കവറിങ്ങും ആണ്, ലൂസും ആണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സാണ് എനിക്ക് ഒന്നുകൂടെ കംഫർട്ടബിൾ. പിന്നെ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഈ സ്കേർട്ട് എവിടുന്നാണ് വാങ്ങിച്ചെന്നുള്ളത്. ഇത് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഈ സെറ്റിൻ്റെ എല്ലാ സൈഡും ഞാൻ നന്നായിട്ടൊന്ന് നനച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ടീപ്പോയി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഇത് ആ സെറ്റിൻ്റെ അടുത്തിടണ ടീപ്പോയാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഇങ്ങനെ വിട്ടിടാറാണ്. അതിൻ്റെ സെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ, അതിൽ കൂടെ നടക്കാനും ഒക്കെ. അപ്പം ഞാനിത് ഒന്നിങ്ങനെ ഒഴിച്ചിടും. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് തള്ളിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടും. ഇനി അടുത്തത് ഈ വാഷ് ബേസിനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനും ഞാനിവിടെ ടൂത്ത് പേസ്റ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടൂത്ത് പേസ്റ്റ് സ്ക്രബ്ബറിലോട്ട് എടുത്തിട്ട് ആദ്യം ഈ ഒരു പൈപ്പ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനിതാ നമ്മുടെ ബേസിന് നന്നായിട്ടൊന്ന് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട്, നല്ല തിളക്കം കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിനും അതുപോലെ പൈപ്പും ഒക്കെ തന്നെ. ഇതുപോലുള്ള സെറാമിക് ഐറ്റംസ് ഒക്കെ ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഓവനിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു എണ്ണ മെഴുക്ക് പിടിച്ച പോലെ, പറ്റി പിടിച്ച പോലെ, അതൊക്കെ ഈ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ വാഷ് ബേസിൻ്റെ താഴെയുള്ള ഈ ഒരു ഷെൽഫിലാണ് ഞാൻ ആ ഒരു സ്പ്രേ ബോട്ടിലും ബ്രഷും പിന്നെ താഴോട്ട് ഉപയോഗിക്കാനുള്ള ലിക്വിഡ്, കംഫർട്ട് അങ്ങനെയുള്ളതൊക്കെ വെക്കാറ്. പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ കവറുകളൊക്കെ എടുത്ത് വെക്കാറ് അതിലാണ് കേട്ടോ. എപ്പോഴും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെയുള്ള ആ ഒരു തട്ടിലാണ് ഞാൻ എല്ലാ കവറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാറ്. വാഷ് ബേസ് ക്ലീനിങ്ങോട് കൂടി ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് അവിടെ നിർത്തി വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഞാൻ. കാരണം അത്രയ്ക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുന്നപ്പോൾ എനിക്ക് ഇരുത്താൻ വന്നില്ല. ഈ ഒരു പെർഗോളിയും കൂടെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻസ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ തുടച്ചെടുക്കാൻ. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യണേക്കാളും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ച് ഒരു കമ്പിളി ടൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ വാങ്ങിക്കണ ഈ ക്ലോത്തൊക്കെ ഒരു എന്താ പറയുക, ഒരു കമ്പിളി ടൈപ്പ് അല്ലേ, അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത ഷെൽഫും കൂടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നത്. ഇത് പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും ഇല്ല, കാരണം ഈ അടുത്താണ് കേട്ടോ ഇത് ഞാനൊന്ന് റീസെറ്റ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായല്ലേ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ, ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഷെൽഫ് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷെൽഫിൻ്റെ മുകളിലത്തെ പാർട്ടിൽ ഒരു സൈഡിൽ ആ ഡോറൊക്കെ വരുന്ന ഷെൽഫിൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സും പെർഫ്യൂംസും പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മെഡിസിൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ സൈഡിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഗ്ലാസും ജഗ്ഗും അങ്ങനെ വിരുന്നേരൊക്കെ വരുമ്പോൾ എടുക്കണമെന്ന് പറയില്ലേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ എല്ലാവരും എപ്പോഴും എടുക്കും. പിന്നെ താഴെയുള്ള ആ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്പേസിൽ ഒരു കുഞ്ഞു അക്വേറിയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ വിചാരിച്ചു എന്നേ ഉള്ളൂ, ഒന്നും നടന്നില്ല. പിന്നെ അതാ ഈ താഴെയുള്ള 3 ഷെൽഫ് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം അനുവിൻ്റെയും ഒരെണ്ണം നെയ്ഷുവിൻ്റെയും പിന്നെ ഏറ്റവും എൻഡിലുള്ളത് ടൂത്ത് പേസ്റ്റും ബ്രഷും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതുമാണ് കേട്ടോ. ആ അനുവിൻ്റെയും നെയ്ഷുവിൻ്റെയും എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ അത് ഞാൻ തൊടാനേ പോണില്ല. കാരണം അതിൽ ഓർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ വെച്ച് അവരെന്നെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അതിലെങ്ങാനും ഞാൻ പോയിട്ട് കൈയിട്ടിട്ട് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ഒരു സ്വൈരവും കിട്ടൂല. മാത്രമല്ല അത് ഞാൻ എത്ര അടുക്കി പെറുക്കി വെച്ചിട്ടും കാര്യമില്ല, അവർ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും അത് പഴയപടി ആക്കും. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്നും വലിച്ചിട്ട് ക്ലീൻ ചെയ്യണില്ല, പുറം ഭാഗം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാണ്. പിന്നെ ഉൾഭാഗം നല്ല നീറ്റാക്കിയിട്ട് തന്നെ കേട്ടോ അവർ വെച്ചിട്ടുള്ളത്. ബോക്സൊക്കെ കറക്റ്റ് അടുക്കി വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കും. പക്ഷേ ഒക്കെ വേണ്ടാത്ത ഓരോ സാധനങ്ങളായിരിക്കും എന്ന് മാത്രം. ഇനിയിപ്പോൾ അടുത്തത് ഈ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഒന്ന് പൊടി തട്ടി തുടച്ചെടുക്കണം. ഓരോ പണികൾ തീരുമ്പോഴും ഇന്നത്തേക്ക് ഇനി നിർത്താമെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോൾ അടുത്ത പണി കാണുമ്പോൾ വീണ്ടും അതിലേക്ക് പോകും കേട്ടോ. അത്രയും ടയർഡായാലും ഇത്
ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താനേ തോന്നില്ല, എല്ലാം കഴിഞ്ഞിട്ട് നിർത്തണം എന്നുള്ളൊരു മനസ്സായിരിക്കും. ജനാലിൻ്റെ കമ്പി ക്ലീൻ ചെയ്യണ പോലെ തന്നെ കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ചെയർ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു ചെയർ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തപ്പോൾ പിന്നെയാണ് എനിക്ക് ഓടിയത് കേട്ടോ ആ ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തം ഒന്ന് പൊടി തട്ടി ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് പൊടി തട്ടി മാറാലും കാര്യങ്ങളൊക്കെ വേഗത്തിൽ പോയി. പിന്നെ ആ ചെയറിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് പൊടി തട്ടി കളഞ്ഞതിന് ശേഷം തുടച്ചെടുത്തപ്പോൾ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. മുന്നൊരു വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ മോൻ്റെ പേര് പറയുമോ എന്നുള്ളത്. ആദിദേവ് എന്നാണ് കേട്ടോ മോൻ്റെ പേര്. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനത് പറയണമെന്നൊക്കെ വിചാരിച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചതായിരുന്നു, പക്ഷേ ഞാൻ മറന്നു കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത്. ഇതുപോലെ പല കൂട്ടുകാരും പറയാറുണ്ട് കേട്ടോ ഒരു ഹായ് പറയോ അല്ലെങ്കിൽ എൻ്റെ പേരൊന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, പക്ഷേ ഞാൻ സ്പോട്ട് ഡബ്ബിങ് അല്ലല്ലോ, പിന്നീടല്ലേ വോയിസ് ഓവർ ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ അറിയാണ്ട് വിട്ടു പോണതാണേ. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഗ്ലാസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടത് മാത്രമല്ല, ഇതിന് മുന്നുള്ള ആ ഒരു 2 ബെഡ്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ ഈ ഒരു ഹാളിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെ ഇത്രയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ദിവസമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഓരോന്ന് കഴിയുമ്പോഴും നിർത്താമെന്ന് വിചാരിക്കും. പിന്നെ അടുത്ത പണി കാണുമ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ടൈം ഒരുപാടായിട്ടോ. പിന്നെ ഇത് ക്ലീനിങ് മാത്രമല്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഷൂട്ടിങ്ങും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ടൈം എക്സ്ട്രാ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെയിൻ ടാസ്ക് ആണ് കേട്ടോ തട്ടം ഇതുപോലെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യാന്നുള്ളത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. എന്നാൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെക്ക് ചെയ്യും കേട്ടോ, കറക്റ്റ് അല്ലേ തട്ടം തലേന്ന് പോയിട്ടില്ലല്ലോ എന്നൊക്കെ. ഇനിയിപ്പോൾ വീട്ടിൽ നമ്മൾ സാധാരണ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിനകത്തൊന്നും ഞാൻ അധികം അങ്ങനെ തട്ടം ഉപയോഗിക്കില്ല. അഥവാ തട്ടം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ തലയിൽ നന്നായിട്ട് കെട്ടി വെക്കാറാണ്. അങ്ങനെ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്കിയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസമാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്